എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ സ്വന്തം പാർസി ഗാർഡനിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ചന്ദ്രേഷ്. നിങ്ങൾ ആലോചിക്കുമായിരിക്കും എന്തൊക്കെയോ എടുത്തു വെച്ചിട്ടുണ്ട്, ഇന്നെന്താ പരിപാടി എന്നല്ലേ. ഇന്നേ നമ്മൾ ബോഗൺവില്ല എങ്ങനെ വേര് പിടിപ്പിച്ചെടുക്കാന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം അത് എല്ലാം കാണിച്ചു, പലർക്കും അതുകൊണ്ട് ഉപയോഗമുണ്ടെന്ന് മനസ്സിലായി. 1-2 പേര് കമന്റിൽ കൂടെ പറഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ വേര് പിടിപ്പിച്ച പ്ലാന്റ് എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളതെന്ന് അറിയണ്ടേ. അല്ലാതെ ചുമ്മാ വേര് പിടിപ്പിച്ചിട്ട് വലിച്ചു പറിച്ച് എടുത്തു കഴിഞ്ഞാൽ അത് നാശമായി പോകും, കിളുക്കില്ല. അപ്പം നമുക്കത് ഒന്ന് റിപ്പോർട്ട് ചെയ്യാം. അത് നിങ്ങളെന്ന് കാണിക്കാൻ ഓർത്താണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നത്. അതുപോലെ തന്നെ 1-2 കുറച്ച് പേർക്കെങ്കിലും ഇപ്പോഴും സാഫ് എന്താ, അത് എന്തിനാന്നുള്ളത് അറിയില്ല. ഇത് ഈ ഒരു പാക്കറ്റിൽ കാണുന്നതാണ് സാഫ്. ഞാനിത് ഒന്നുകൂടെ അടുത്ത് കാണിക്കാം. ഇത് നമ്മുടെ ചെടികൾ ചീഞ്ഞു പോകാതിരിക്കാൻ, ഫംഗസ് ഒക്കെ വന്ന് അറ്റാക്ക് ചെയ്യുന്ന, അല്ലെ നമ്മൾ കട്ട് ചെയ്ത് വെക്കുന്ന പ്ലാന്റ് അവിടെ വെള്ളം ഒഴിക്കുമ്പോൾ വീണ് ഉണങ്ങിപ്പോകാതെ, അല്ല ചീഞ്ഞു പോകാതിരിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫംഗിസൈഡാണ് ഈ സാഫ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ എപ്പോഴും നമ്മുടെ ചെടി വളർത്തുന്നവർ കയ്യിൽ കരുതേണ്ട ഒരു അത്യാവശ്യ സാധനമാണ്. വേറൊരു വളവില്ലെങ്കിൽ നമ്മുടെ ഈ സാഫ് നമ്മുടെ കയ്യിൽ കാണണം. ഇത് ഈ ഒരു കളറിലാണ് ഈ സാഫിന്റെ ഇത് വരുന്നത്. ഒരു ഇളം നീല, ഒരു ലൈറ്റ് പച്ചയെന്നൊക്കെ പറയാം. ഈ ഒരു കളറിലാണ്. ഞാൻ എപ്പോഴും കിട്ടിയാൽ ഈ സാഫ് വേറൊരു പാക്കറ്റ് ടിന്നിലേക്ക് എടുത്തിട്ട് അടച്ചു വെക്കുകയാണ് പതിവ്. അപ്പം അതാണ് സാഫ് കേട്ടോ. അപ്പം നമുക്ക് ഇത് ഒന്ന് റിപ്പോർട്ട് ചെയ്യാം. നമ്മുടെ ഈ ബൊഗൺവില്ല ഇതിനാദ്യമേ ഒരു ചട്ടി എടുക്കുക. ആ ചട്ടി എടുത്തിട്ട് നമ്മളതിന് ഡ്രെയിനേജ് ഹോൾ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ പോട്ട് മിക്സ് ഇട്ട് ഡ്രെയിനേജ് ഹോൾ അടയാതിരിക്കാനായിട്ട് നമുക്ക് ആദ്യം കുറച്ച്, ഞാൻ ചെയ്യുന്ന മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് എനിക്കറിയില്ല. നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് കമൻറ്റിൽ കൂടി പറ. ഇത് ആദ്യമേ കുറച്ച് തെർമോക്കോളിൻ്റെ പീസ് എടുത്തിടും. ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഡ്രെയിനേജ് നന്നായിട്ട് കിട്ടുകയും ചെയ്യും. നമ്മുടെ പോട്ടിന് അധികം വെയിറ്റും വരത്തില്ല. അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ്. ഇങ്ങനെ ഡ്രെയിനേജ് ഹോളിന് വേണ്ടിയിട്ട് നമ്മുടെ തെർമോക്കോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു പിടി പോട്ട് മിക്സ് ഇടുക. ഞാൻ ഇടുന്നത് നമ്മുടെ ഇതാണ് കേട്ടോ. ഏതാണെന്നറിയാവോ? റോക്കറ്റ് പോട്ട് മിക്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ വേണേൽ ഒന്നും കൂടെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ നമ്മുടെ ബൊഗൺവില്ലയുടെ കമ്പ് പിടിപ്പിക്കുന്ന വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആവശ്യക്കാർ കാണാത്തവർ അതൊന്ന് കയറി കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അതൊന്ന് അഭിപ്രായം പറയുക. കുറച്ച് ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പ്ലാന്റ് പതുക്കെ ഇതിലേക്ക് ഇറക്കി വെക്കുക. ഇങ്ങനെയല്ല പോട്ട് ചെയ്യുന്നത് കേട്ടോ, ആരും നെറ്റി വിളിക്കണ്ട. എന്നിട്ട് ഒരു ചെറിയ ബ്ലേഡ് എടുത്തിട്ട്, കുറേ പേർക്ക് അറിയാമായിരിക്കും, എന്നാലും അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചെയ്യുന്നത് കേട്ടോ. അറിയാവുന്നവർ എന്നെ തല്ലിക്കൊല്ലാൻ വരില്ലേ. നൈസായിട്ട് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുക. ആദ്യം തന്നെ രാവിലെ ഇതിനിച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നമ്മുടെ ഈ കവറിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചെടി അറിയാതെ എന്ന് പറഞ്ഞ രീതിയിൽ വേണം നമ്മളിത് പോട്ട് ചെയ്ത്, അതായത് റീപോട്ട് ചെയ്യാൻ, അത് മാറ്റിയെടുക്കാനായിട്ട്. ഞാൻ ചെയ്യുന്ന രീതികളാണ് കാണിക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണോ ചെയ്യുന്നത് എനിക്കറിയില്ല. എന്നിട്ട് അതിൻ്റെ ആ പ്ലാസ്റ്റിക് കവർ പതുക്കെ അങ്ങ് താത്ത് തന്നെ അങ്ങ് കൊടുക്കുക. ഊരി എടുക്കുകയൊന്നും വേണ്ട. ഊരി എടുത്താൽ ചിലപ്പോൾ നമ്മുടെ പ്ലാന്റ് പോകും കേട്ടോ, പ്ലാന്റ് ഇളകിയിട്ട്. അപ്പം അതാ ഞാൻ ചെയ്തത്. നൈസായിട്ട് അതിൻ്റെ ആ പ്ലാസ്റ്റിക് കവർ 2 സൈഡും പൊട്ടിച്ചിട്ട് താഴോട്ട് ഇറക്കി അങ്ങ് വെച്ചു. ഊരി എടുക്കുന്നില്ലത്. അതിനുശേഷം നമുക്കത് ഈ പോട്ട് മിക്സ് ബാക്കിയിട്ട് അങ്ങ് നിറയ്ക്കാം. അപ്പം നമ്മുടെ ചെടി അറിയില്ല നമ്മൾ പോട്ട് ചെയ്തത്. നല്ല രീതിയിൽ ഒരു ചെടിക്ക് യാതൊരു പ്രശ്നവും ഇല്ലാതെ അത് വളർന്ന് കയറിക്കുള്ളൂ. എന്നിട്ട് തള്ളത്തേക്ക് വെക്കുക ഒരു 2-3 ദിവസം കൂടെ. എന്നിട്ട് വെയിലിലേക്ക് കൊണ്ടുവരാവുള്ളൂ. ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്ന് നിങ്ങൾ കണ്ടു കാണുകയല്ലോ, എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ അടുത്ത പ്ലാന്റ് എടുത്തിട്ടതേ കാണിച്ചു വെച്ചിരിക്കുന്നത് കണ്ടോ. അതിൻ്റെ മണ്ണ് അധികം ഇളക്കാതെ ഈ 2 സൈഡിൽ നിന്ന് ഈ പ്ലാസ്റ്റിക് കീറി അങ്ങോട്ട് അങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിനകത്തൊരു സാധനം ഇരിക്കുന്നുണ്ടോ, നമ്മുടെ ഒരു വില്ലൻ ഒച്ച്. ഞാൻ അവനെ പതുക്കെ തോണ്ടിക്കളയണം. ഇനി നമുക്ക് ആ ഒച്ചിനെ കളഞ്ഞു കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പോട്ട് മിക്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്നാന്ന് വെച്ചാൽ ചെടി അറിയുകയല്ല നമ്മൾ പോട്ട് ചെയ്തത്. അവനെ മാറ്റി വെച്ചിട്ടുണ്ടെന്നുള്ളത് ചെടി അറിയാതെ തന്നെ നമുക്ക് ആ പണി അങ്ങ് നടക്കും.
ഇനി നമ്മൾ ഇതിൻ്റെ തണലത്ത് വെച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 2-3 ദിവസം കൂടെ, ഒരാഴ്ച വെച്ചാൽ നല്ലത് കേട്ടോ. എന്നിട്ട് ഇവനെ വെയിലിലേക്ക് കൊണ്ടുവരാവുള്ളൂ. കണ്ടല്ലോ, ഇത് ഈസി മെത്തേഡല്ലേ. ഇത് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഞാൻ ചെയ്ത് എഫക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗുണകരമായിട്ടുള്ള വീഡിയോസ് മാത്രമേ നിങ്ങളിലേക്ക് എത്തിക്കാറുള്ളൂ. ഞാൻ ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആണെന്നറിയുന്നത് മാത്രമാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത്. അല്ലാതെ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഫേക്ക് വീഡിയോ ഞാൻ ചെയ്യാറില്ല. അത് നിങ്ങൾക്കറിയാമല്ലോ. എൻ്റെ വീഡിയോയുടെ സമയം നീളം, അതായത് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് വീഡിയോയുടെ ലെങ്ത് അല്ല കേട്ടോ, ഇടാനുള്ള ടൈം കൂടുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ. എന്നും വീഡിയോ ഇടാനായിട്ടുള്ള കണ്ടൻ്റ് ഒന്നും എൻ്റെ കയ്യിലില്ല. ഞാൻ എന്തെങ്കിലും ആദ്യമായിട്ട് കാണുന്നത്, അറിയുന്നത് പരീക്ഷിച്ച് നോക്കും. സക്സസ് ആണെങ്കിൽ മാത്രം നിങ്ങളിലേക്ക് എത്തിക്കുകയുള്ളൂ. നിങ്ങളത് ചെയ്തിട്ട് ആർക്കും ഇതുവരെ ഒരു ദോഷം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. സാഫ് എന്ന് പറഞ്ഞത് ഇതിനെ അടുത്ത് കാണിക്കാൻ എന്നുള്ളത്. ഇതാണ് സാഫ്. ഇതെല്ലാ വളക്കടകളിലും കിട്ടും കേട്ടോ. നേഴ്സറികളിലോ വളക്കടകളിലോ ഒക്കെ കിട്ടും. അറിയാൻ മേലാത്തവർ, ഉപയോഗിക്കാത്തവർ ഇതൊക്കെ ഒന്ന് മേടിച്ച് ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ ഈ വീഡിയോയും എപ്പോഴത്തെയും പോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ എപ്പോഴും പറഞ്ഞാലും ഞാനങ്ങ് വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് അങ്ങനെ തന്നെയാണെന്നുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ ഒരു അംഗമാകുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക. ഒരു ഹൈപ്പ് കമൻ്റ് എന്നൊക്കെ ചോദിച്ച് ആരും തരാറില്ല. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഗുണകരമായ മറ്റൊരു വീഡിയോയിൽ കൂടി കണ്ടുമുട്ടാമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ പൂർത്തിയാക്കുകയാണ്.